ഭൂമിയുടെ വിശ്വമേള വന്നെത്തുമ്പോൾ ആവേശവും സ്നേഹവും ഹൃദയങ്ങളിൽ നിറയും. ഇങ്ങ് കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഇഷ്ടതാരങ്ങളുടെ കുറ്റൻ കട്ടൗട്ടുകളും ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചാണ് ലോകകപ്പിൻ്റെ ആവേശം പ്രകടമാക്കുന്നത്. കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ വീറും വാശിയും നിറഞ്ഞ കാഴ്ചകളിലേക്ക്. അർജന്റീന പ്രാവശ്യം ബാക്ക് ടു ബാക്ക് അടിക്കും. ആ പ്രതീക്ഷയിലാണ് ഇവിടുത്തെ അർജന്റീന ഫാൻസ് മൊത്തത്തിൽ കാത്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ഏത് അർജന്റീന ആയിക്കോട്ടെ ബ്രസീൽ ആയിക്കോട്ടെ ഏതുണ്ടെങ്കിലും ഞങ്ങൾ ഫാൻസ് വർത്തമാനത്തിന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മറ്റുള്ളതൊക്കെ ഞങ്ങൾ ഒന്നാണ്. എല്ലാം ഞങ്ങളൊരു ബാക്കിയുള്ളതിന് നമ്മൾ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ കളിക്ക് ചിലപ്പോൾ അർജന്റീനയോ ബ്രസീലിനോ പോയെങ്കിൽ ഇത്ര പോസ്റ്ററുകൾ കാണാൻ കഴിയില്ല. ഞങ്ങൾ വെച്ച പോസ്റ്ററുകൾ കണ്ടില്ലേ, എല്ലാം ഇതിലുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതന്നെ ഞങ്ങൾക്ക് കൂടുതൽ പറയല്ലേ, ഞങ്ങൾ കപ്പ് ഞങ്ങൾക്ക് ഇല്ലതാണ്, വേറെ ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയല്ല. ഒട്ടേറെ പുതുമകളോടെ 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് വന്നെത്തുമ്പോൾ കേരളത്തിലും ഈ ലോകകപ്പ് പുതുചരിത്രം കുറിക്കും. ഈ വിശ്വമേളയെ മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടെ വരവേൽക്കുന്നതാണ് കാരണം. മത്സരിച്ച് തെരുവോരങ്ങളിൽ ഇഷ്ടതാരങ്ങളുടെയും ടീമുകളുടെയും കൂറ്റൻ ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഉയർത്തി. കേരളത്തിന്റെ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ലോകകപ്പിനെ വരവേറ്റുകൊണ്ട് വീറും വാശിയും പ്രകടമാക്കി. മങ്കട രാമപുരം 38-ൽ അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ആരാധകർ ഇഷ്ട ടീമുകളുടെ ഫ്ലക്സുകൾ സ്ഥാപിച്ചു. താരങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം വെല്ലുവിളിച്ചുള്ള മൂർച്ചയേറിയ വാക്കുകൾക്കാണ് ഫ്ലക്സിൽ പ്രധാനം. നെയ്മറിന്റെയും മെസ്സിയുടെയും കൂറ്റൻ കട്ടൗട്ടുകളാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. പോർച്ചുഗൽ ടീമിന്റെ ഫ്ലക്സുകളും സ്ഥാനം പിടിച്ചു. തങ്ങളുടെ ഇഷ്ട ടീമുകൾ ലോകകപ്പിൽ മുത്തമിടുമെന്ന് യുവാക്കൾ പറഞ്ഞു. നമ്മൾ ഈ വേൾഡ് കപ്പ് മലപ്പുറത്ത് തന്നെ ഫുട്ബോളിൻ്റെ ലഹരിയായ മലപ്പുറത്ത് ഈ രാമപുരം 38-ൽ വലിയ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഫുട്ബോൾ ഈ ലോകകപ്പിനെ വരവേൽക്കുന്നത്. എല്ലാ ടീമുകളും അതിൻ്റേതായ ആവേശത്തിൽ ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും പോർച്ചുഗലും ജർമ്മനിയും ഒക്കെ അതേ രീതിയിൽ ആവേശം ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ഒരു ഒത്തൊരുമ കൂടി ഞങ്ങൾ ഇതിൽ വിളിച്ചോതിക്കൊണ്ടാണ് ഈ 38-ൽ ഈ വേൾഡ് കപ്പിനെ ഞങ്ങൾ വരവേൽക്കുന്നത്. അർജന്റീന ഫാനായ ഞാൻ ഇത്തവണ പറയുന്നത്, ഞങ്ങളൊരു അർജന്റീന വീണ്ടും ഒരു വേൾഡ് കപ്പ് ഒരിക്കൽ കൂടി മെസ്സി തൂക്കും എന്നുള്ളൊരു വിശ്വാസം, ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. എല്ലാ ടീമിനും അതിനുള്ള ഇതുണ്ട്. എന്നാലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ഫാന് തൂക്കണം എന്നുള്ളതാണ്. കപ്പ് ബ്രസീലിലാണ്, അതിനൊരു സംശയമില്ല. ഞങ്ങൾ ഫൈനലിലേക്കുള്ള ടീമാണ്. ഇനി ഏതൊരു ടീം ഞാനെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ബ്രസീൽ ഫൈനൽ ഇതുവരെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്ത ടീം ബ്രസീലാണ്. അതായത് ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം ബ്രസീലാണ്. പിന്നെ കളി തുടങ്ങിയ മുതൽ അവസാനം വരെ ഇന്ന് വരെ യോഗ്യത കിട്ടാത്തൊരു ടീമുണ്ടെങ്കിൽ അത് യോഗ്യത കിട്ടാതെ നിന്നിട്ടില്ല ബ്രസീൽ. തുടക്കം മുതൽ ഇന്ന് വരെ എന്ന് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ കളിച്ച ടീം ബ്രസീലാണ്. എല്ലാം കൊണ്ടും അർജന്റീന എപ്പോഴും ബ്രസീലിനോട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വരും. എന്തിനായി വരുന്നു എനിക്കറിയില്ല. 5 കപ്പ് എടുത്തു, ഇതുപോലെ ആകെ 3 ഇപ്പോൾ എടുത്തു. ഇവിടെ ആ 3 ഇപ്പോൾ കമ്പയർ ചെയ്യാൻ വരികയാണ്. ഞങ്ങളൊരു കളർ ടി വിയിൽ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇന്ത്യ ചെയ്ത് 94, 98, 2002 കപ്പ് എടുത്തത്. ഇതൊക്കെ 3 ഫൈനൽ കളിച്ച് കണ്ട ആളാണ് ഞങ്ങൾ. അതിപ്പോഴൊക്കെ കേട്ട ചരിത്രങ്ങൾ കണ്ടു വന്നാണ് ഈ അർജന്റീനയുടെ ആൾക്കാർ. ബ്രസീലിൻ്റെ അത്രയും ഞങ്ങൾ ഇനി ഈ വേൾഡ് കപ്പ് ഞങ്ങൾക്കില്ലതാണ്, അതിന് സംശയമില്ല. പരസ്പരം വാഗ്വാദങ്ങൾ കത്തിക്കയറും, പോരടിച്ച വീറും വാശിയും ഉയരും. എന്നാലും ഈ വിശ്വമേളയുടെ ദിനങ്ങളിൽ ആവേശത്തോടൊപ്പം സ്നേഹവും ഹൃദയങ്ങളിൽ നിറയും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.